കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പ്രയോജനമില്ല എന്ന് ഒരു പൊതുധാരണയുണ്ട്. സുഹൃത്തുക്കളെ, ഞാനതിനെതിരാണ്. അത്ഭുതം തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം എന്താണ്? ഭാരതാംബ, ഭഗവധ്വജം, അഖണ്ഡ ഭാരതം ഒക്കെയല്ലേ? അതൊക്കെ ചർച്ച ചെയ്യാൻ കാരണമായത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ ഒരു സർക്കാർ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം മാലയിട്ട് വെച്ചിരിക്കുന്ന കണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വിപ്ലവ വീര്യം സടകുടഞ്ഞെഴുന്നേറ്റു. രാജ്ഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന പൂർണ്ണമായ അധികാരം ഗവർണർക്കും ഗവർണറുടെ ഓഫീസിനുമുള്ളത്. മഹാപരാധം ചെയ്തത് ഒരു ചിത്രം അവിടെ വെച്ചു. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. കയ്യിൽ ഭഗവധ്വജമുണ്ട്, പിന്നിൽ അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രവുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വലിയ പ്രശ്നമാണ്. ഭാരതത്തിൽ നിലവിലുള്ള ഒരു ഭരണഘടന അനുസരിച്ച് ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രം വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇവരുടെ പുതിയ വ്യാഖ്യാനം. 1950 ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പും ഇവിടെ ഭാരതം എന്നൊരു സങ്കല്പമുണ്ടല്ലോ. നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പഴക്കമുണ്ടല്ലോ. ആ ഭാരതത്തിൻ്റെ ആത്മാവാണല്ലോ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമാണല്ലോ ഭഗവധ്വജം എന്ന് പറയുന്നത്. RSS ഉണ്ടാകുന്നത് 1925 ആ 1925 എത്രയോ മുമ്പ് ഭഗവധ്വജം ഇവിടെയുണ്ട്. മഹാഭാരത യുദ്ധഭൂമിയിൽ ഭഗവാൻ തെളിച്ച അർജുനന്റെ തേരിന് മുകളിൽ പാറിക്കളിച്ചിരുന്ന ധ്വജമാണത്.